ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വരുന്നത് എൻ്റെ കുട്ടീസ് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാവുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ പഴം കൊണ്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഴം എടുത്ത് ചെറുപഴമായിട്ട് നമ്മളെടുത്തത്. ആ പഴത്തെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തു. അങ്ങനെ അരിഞ്ഞെടുത്ത പഴം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കുക കേട്ടോ. നമ്മളതിനെ ഫ്രീസറിലേക്ക് ഒരു കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രീസറിലേക്ക് അതിനെ മാറ്റാൻ പോകട്ടോ ഗൈസ്. എന്തായാലും ഒരു ഓവർനൈറ്റ് നമ്മൾ പഴത്തെ ഫ്രീസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഴം സ്ലൈസായിട്ട് അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി എന്തായാലും ഒരു രാത്രിക്ക് ശേഷം നമ്മളെന്തായാലും പഴം എടുത്ത് നോക്കിയപ്പോൾ നല്ല ഫ്രീസായി കിട്ടി കേട്ടോ. ഇവനെ നമ്മൾ മിക്സിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഓക്കെ, പഴമൊന്നും വിട്ട് പോരുന്നില്ല ഗൈസ്, നല്ല ഐസ് പിടിച്ച പോലെ ഇരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ പഴത്തിനെ മിക്സിയിലേക്ക് ചേഞ്ച് ചെയ്തു. അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാവുന്ന ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൽ നമ്മൾ എടുക്കാനായിട്ടോ. ടേസ്റ്റ് കൂടുതൽ നമുക്ക് വാനില എസൻസ് ചേർക്കുന്നേക്കാളും ടേസ്റ്റ് നമ്മുടെ ഡയറി മിൽക്ക് ചേർക്കുന്നതാണ്. അങ്ങനെ 3 ഡയറി മിൽക്ക് നമ്മൾ പൊട്ടിച്ച് നമ്മുടെ പഴത്തിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഇതാട്ടോ അതിൻ്റെ ലുക്ക്. രണ്ടും കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണ്ടേ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ പഴവും ചോക്ലേറ്റും കൂടെ ഒന്ന് കറക്കി മറിച്ചെടുക്കാം. അന്ന് നമ്മൾ മിക്സി ഓണാക്കി കഴിഞ്ഞപ്പോഴേക്കും സംഭവം കറങ്ങുന്നില്ല ഗൈസ്. അപ്പോഴാണ് നമ്മൾ ഓർത്തത് അതിലേക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെന്ന്. ഓക്കെ, തുറന്ന് നമ്മൾ മിൽക്ക് നമ്മൾ ചേർക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അത് മിൽക്ക് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ഐസ്ക്രീമിന് നമ്മളിട്ട് വട്ടത്തിൽ നല്ല കറക്കിയെടുത്തു. ജസ്റ്റ് പാടായിരുന്നു അതൊന്ന് അടിച്ച് കിട്ടാൻ. എന്നാലും നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി മറിച്ചൊക്കെ ഇട്ടപ്പോഴേക്കും സംഭവം അടിച്ച് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്തില്ലായിരുന്നു. അതിലേക്ക് നമ്മൾ 4 സ്പൂണ് ഷുഗർ, നമ്മൾ ആവശ്യത്തിന് ഷുഗർ എടുക്കാം, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. എന്തായാലും കറക്കി മറിച്ച് നമ്മളത് എന്തായാലും നമ്മുടെ ഐസ്ക്രീം ഒരു ലെവലെത്തി. പിന്നെ നമ്മൾ അതേ കണ്ടെയ്നർ തുടച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച ഐസ്ക്രീം എന്തായാലും നമുക്ക് നല്ല കട്ടൊക്കെ കിട്ടണ്ടേ. അപ്പോൾ എന്തായാലും നമ്മളത് ചേഞ്ച് ചെയ്തു. അതൊന്ന് ടാപ്പ് ചെയ്തെടുത്തു. വീണ്ടും നമ്മൾ ഓവർനൈറ്റ് കൂടെ ഞാൻ 2 ദിവസം കൊണ്ടാട്ടോ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയത്. അപ്പോൾ വീണ്ടും നമ്മൾ ഫ്രീസറിലേക്ക് ഇവനെ കയറ്റും കേട്ടോ ഗൈസ്. കണ്ടില്ലേ, കുട്ടീസാണെങ്കിൽ ഐസ്ക്രീം ആയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ശല്യമായി. എന്തായാലും നമ്മുടെ ഐസ്ക്രീം പൊട്ടിച്ച് നോക്കുക കേട്ടോ ഗൈസ്. നോക്കിയേ, നല്ല ഉറച്ച് കിട്ടി കേട്ടോ. നമ്മുടെ ഇരിക്കുന്ന സ്പൂണ് വെച്ച് നമ്മളൊരു ബൗളിലേക്ക് ചേഞ്ച് ചെയ്യുന്ന നല്ല പക്കയായിട്ട് നല്ല കുട്ടിക്കുറുമ്പനാണെങ്കിൽ വെയിറ്റിങ്ങിലോട്ടോ. കണ്ടില്ലേ, ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് ഇരിക്കുക കേട്ടോ ഗൈസ്. നല്ല അടിപൊളിയായിട്ട് സംഭവം കിട്ടി. നല്ല ഹെൽത്തി ഐസ്ക്രീം. അതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ തേനുണ്ടായിരുന്നു കേട്ടോ. അതും നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി ഒഴിച്ചതാണ്. അപ്പോൾ കുട്ടിക്കുറുമ്പ് ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഇതാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ലുക്ക്. കണ്ടില്ലേ, പൊളിയാട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കുട്ടീസിന് ഭയങ്കര ഇഷ്ടമായതേ. ഒരുത്തൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.